ഹലോ ട്രേഡേഴ്സ്, വെൽക്കം. നമ്മുടെ സൈക്കോളജി സീരീസിൽ ലാസ്റ്റ് വീക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ടോപ്പിക് നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആവാതിരിക്കാനുള്ള ഒരു കാരണം. ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണത്, അതായത് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ നമ്മൾ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്, അതായത് ട്രേഡിങ്ങിലുള്ള ഫിയർ, ഓക്കെ, അതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അതിന് മുൻപായിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബ്രീഫായിട്ട് പറയാം. നമ്മൾ പറഞ്ഞു ട്രേഡിങ്ങിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള പെയിൻ ആണ് നമുക്ക് ഉണ്ടാവാൻ സാധ്യത, ലോസ് ഓഫ് മണി ആൻഡ് ബീയിങ് റോങ്. ഓക്കെ, ഈ ഒരു പെയിൻ ഒഴിവാക്കാനാണ് നമ്മുടെ ബ്രെയിൻ ഫിയർ എന്ന് പറയുന്ന ഒരു ഇമോഷനെ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇമോഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ട്രേഡിങ്ങിൽ സക്സസ് ആവാതെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ലോസ് ഓഫ് മണി ആൻഡ് ബീയിങ് റോങ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലോസ് ഓഫ് മണിയാണ്. അതിനാണ് നമുക്ക് പ്രാക്ടിക്കലി സൊല്യൂഷൻസ് നമുക്ക് ട്രേഡിങ്ങിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഞാനത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ സെക്കൻഡ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ബീയിങ് റോങ് എന്താണെന്നുള്ളൊരു സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് അക്നോളജ് ചെയ്യാം. ഈ ഒരു ബീയിങ് റോങ് എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. അതായത് നമ്മൾ ട്രേഡിങ്ങിൽ ഞാനൊരു ട്രേഡ് കയറുന്നു, ഞാൻ ലോസ് ആവുന്നു, അതായത് ഞാൻ ഉദ്ദേശിച്ച ഡയറക്ഷനോട്ടല്ല മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത്, ലോസ് ആയി. ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ ആണ് ബീയിങ് റോങ്. ഈ പെയിൻ ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മളുടെ ഈഗോ തന്നെയാണ്. നമ്മുടെ ഈഗോ ഹർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെൻ്റ് ആണ് ഈ ഇമോഷൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ഞാൻ നല്ലൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പെയിനിൻ്റെ സ്ട്രെങ്ത് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അല്ല, എനിക്ക് അത്ര ഒരു ഈഗോ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത്രയും ഇൻറ്റൻസീവ് ആയിരിക്കില്ല. ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഈ ഒരു പെയിനെ കുറയ്ക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നത് പ്രാക്ടിക്കലി അല്ല, നമ്മൾ കുറച്ച് അക്നോളജ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ട്രേഡിങ്ങിനെ പറ്റി തന്നെയാണ്. ട്രേഡിംഗ് ഒരു പ്രോബബിലിറ്റി ഗെയിം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഞാനൊരു ട്രേഡിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ എനിക്കവിടെ രണ്ട് പ്രോബബിലിറ്റിയാണ് ഉള്ളത്, അല്ല 50-50 ആണ്. അതായത് വിൻ ചെയ്യാം, അതായത് ലോസ് ആവാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആവാം. ഈ രണ്ട് പ്രോബബിലിറ്റി ഉള്ളൂ. മാർക്കറ്റിനെ സംബന്ധിച്ചും ഇതേ പ്രോബബിലിറ്റിയാണ് മാർക്കറ്റിനുള്ളത്. ഞാൻ ആ ഒരു മൊമെന്റിൽ കയറിയ ട്രേഡിൽ മാർക്കറ്റിന് ഞാൻ കയറിയ ആ ഒരു എൻട്രി പോയിന്റിൽ നിന്ന് മുകളിലോട്ട് പോവാം, താഴെ പോവാം, അത്രയേ ഉള്ളൂ. ഈ ഒരു രണ്ട് പ്രോബബിലിറ്റിൻ്റെ മാർക്കറ്റിനേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഈഗോ ഹർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് ഒരു ട്രേഡ് അല്ല നമ്മൾ നോക്കേണ്ടത്, ഇതൊരു പ്രോബബിലിറ്റി ഗെയിമാണ്. നമ്മൾ നോക്കേണ്ടത് മിനിമം ഒരു 20 ട്രേഡിൻ്റെ സമ്മാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ 20, 30, 50 ഇത്രയും ട്രേഡുകളിൽ എന്ത് സംഭവിക്കുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ഈ ഒരു ഗെയിമിന് ഇറങ്ങുന്നത് നമുക്കൊരു എഡ്ജ് ഉണ്ടാവും എല്ലാവർക്കും, അല്ലേ? അതായത് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാവുന്നതല്ല. അതായത് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഞാൻ അടുത്തൊരു 20 ട്രേഡിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ്റെ എഡ്ജ് പ്രകാരം എനിക്കൊരു 15 മുകളിലൊരു വിൻ റേറ്റ് എനിക്ക് ഉണ്ടാവും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം നിങ്ങൾ ഇതിനെ കാണുക, അല്ലാതെ നമ്മൾ ഓരോ ട്രേഡും നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു പ്രോബബിലിറ്റി ഗെയിം എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മളുടെ പലരുടെയും വിചാരം ഈ പ്രോ ട്രേഡേഴ്സ്, അതായത് പ്രൊഫഷണൽ ട്രേഡേഴ്സ്, അവർക്ക് എന്തോ കുറച്ച് എക്സ്ട്രാ സെൻസുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ കൂടുതൽ അറിയാം. അതായത് അവർക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ സീക്രട്ട് കാര്യങ്ങൾ അവർക്ക് ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതെല്ലാം റോങ് ആണ്. ആക്ച്വലി എനിക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരുപാട് ധാരണകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രോ ട്രേഡേഴ്സും അവരും ഈ ഒരു ട്രേഡിങ്ങിനെ കാണുന്നത് ഒരു പ്രോബബിലിറ്റി ഗെയിം ആയിട്ടാണ്. അവർ നോക്കുന്നത് ഇതുപോലെ അവർ കുറേ ചെയ്യുന്ന ഒരു 50 ട്രേഡുകളിൽ അവർക്കൊരു എഡ്ജ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു 25 മുകളിലോ അല്ലെങ്കിൽ ആ ഒരു അത്രയും ട്രേഡുകളെങ്കിലും അവർ സക്സസ് ആവും എന്നുള്ളൊരു പ്രോബബിലിറ്റിയിലാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈച്ച് ടൈം അവർ വിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പോയിന്റ്സ് അവർ ക്യാപ്ചർ ചെയ്യും. ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ കോർ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരു പോയിന്റ് എനിക്ക് ലോസ് ആകുമ്പോൾ, അതായത് എൻ്റെ വ്യൂ തെറ്റും, അതായത് ഞാൻ ബീയിങ് റോങ് ആകുമ്പോൾ ഒരു പോയിന്റാണ് ഞാൻ ലോസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ റൈറ്റ് ആകുമ്പോൾ മിനിമം ഒരു 1.5 അല്ലെങ്കിൽ 2 പോയിന്റ്സ് എങ്കിലും ഞാൻ ക്യാപ്ചർ ചെയ്യും. ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ കോർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈവൻ നമുക്കൊരു 50-50 ചാൻസ് ആണെങ്കിൽ പോലും ഈ 50 ട്രേഡ് കഴിയുമ്പോൾ ഓവറോൾ ഞാൻ പ്രോഫിറ്റബിൾ ആയിരിക്കും, അല്ലേ? അതായത് ഞാൻ തന്നെയാണ് അവിടെ വിൻ ആവുന്നത്. ഒരു മന്ത് എൻഡോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് അവിടെ വിൻ ആവുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡിങ്ങിന് ഒരു പ്രോബബിലിറ്റി മൈൻഡ് സെറ്റിൽ കാണാൻ ശ്രമിക്കുക. അല്ലാതെ ആർക്കും ഒരു പ്രത്യേകിച്ചൊരു നോളജോ അല്ലെങ്കിൽ എന്തോ മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവൊന്നും ആർക്കും ഇല്ല. ഈ പ്രോ ട്രേഡേഴ്സും എല്ലാതും ഈ ഒരു പ്രോബബിലിറ്റി മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രേഡിങ്ങിൽ റൈറ്റ് ഓർ റോങ് എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. ജസ്റ്റ് പ്രോബബിലിറ്റിയാണ്, 50-50 ചാൻസ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ഞാൻ ലോസ് ആയാലും ഞാൻ റോങ് ആവുന്നോ അല്ലെങ്കിൽ മാർക്കറ്റ് റൈറ്റ് ആയെന്നോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ,
ഇനി എന്തെങ്കിലും ഒരു കാര്യം റൈറ്റ് ഓർ റോങ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ റൂൾസ് ആണ്. അതായത് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ റൂൾസ്. ഈ ഒരു റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്തോ, നിങ്ങൾ അന്ന് റൈറ്റ് ആണ്. നിങ്ങൾ ആ റൂൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ റോങ് ആണ്. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫിയർ, അതായത് ലോസ് ഓഫ് മണി, അതിൽ നമ്മൾ നോക്കാം. ഇതിലാണ് നമുക്ക് പ്രാക്ടിക്കലി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ്, അതായത് ലോസ് ഓഫ് മണി എന്ന് പറയുന്നത് ആ ഒരു ഇമോഷൻ, അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷൻ കിട്ടും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രേഡറുടെ ലൈവായിട്ട് പുള്ളി ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഫിയർ, എങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓവർ റൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു ഞാനൊരു ട്രേഡ് എടുക്കുന്നു, നമ്മുടെ 2 സെനാരിയോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെനാരിയോ ആയിക്കോട്ടെ. അപ്പം നമുക്ക് ആദ്യം ഒരു പെയിൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരു ഫിയർ ആണ് നമുക്ക് ഉണ്ടാവുന്നതല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ആ ഫിയർ ഉണ്ടാവുന്നത്. ഫിയർ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഒഴിവാക്കാനാണ് നമുക്ക് ഫിയർ ഉണ്ടാവുന്നതല്ലേ. അപ്പം എന്താണ് നമ്മുടെ പെയിൻ? പൈസ പോവും എന്നുള്ളതാണ് നമ്മുടെ പെയിൻ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പൈസ പോയാലാണ് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവുക? ഇത് സബ്ജക്റ്റീവാണ്, ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണം, ഇപ്പം ഒരാളോട് എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് 100 രൂപ ഇന്നിപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ലോസ് ആയാൽ എനിക്ക് പെയിൻ ഉണ്ടാവും? അപ്പോൾ പലരുടെ ഉത്തരം ഇല്ല, 100 രൂപയല്ലേ, ചെറിയൊരു എമൗണ്ട് അല്ലേ, പെയിൻ ഉണ്ടാവില്ല അല്ലേ. ഡിപ്പെൻസ് ആണ്. ചിലർക്ക് 500 രൂപ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 500 രൂപ ഇപ്പോൾ ഒരു ലോസ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ലോസ് ആയാൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും? ചിലർക്ക് ഉണ്ടാവില്ല അല്ലേ. ഇനി ഡിപ്പെൻസ്, 1000 രൂപയാണോ, അത് ഓരോരുത്തരുടെയും കറൻ്റ്ലി ഉള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അവർക്ക് ഇപ്പോൾ കറൻ്റ്ലി കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ അവർ വളർന്നു വന്ന ജീവിത സാഹചര്യം, അവരെ ഒരു ക്ലാസ് ഓഫ് ഫാമിലി, ഇതെല്ലാം അനുസരിച്ച് ഡിപ്പെൻഡ് ആയിരിക്കും അല്ലേ. അതായത് സബ്ജക്റ്റീവാണ്. ഓക്കെ, ഒബ്ജക്റ്റീവായിട്ട് എനിക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ജനറലായിട്ട് പറയുന്നത്, അതായത് എനിക്ക് എത്ര രൂപയാണോ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്തിട്ട് പോയാൽ, അതായത് ഒരു ട്രേഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു ട്രേഡിൽ ഞാൻ നഷ്ടം വരുത്തിയാൽ എത്ര രൂപ പോയാലാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുക, അതായത് എൻ്റെ ബ്രെയിനെ ഒരു രീതിയിലും ഇമോഷണലി വേദനിപ്പിക്കാതെ എത്ര രൂപയാണെന്നുള്ളതാണ്. ഓക്കെ, ഒരു മോണിറ്ററി വാല്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഉദാഹരണം, ഞാനൊരു 100 വിചാരിച്ചു. അപ്പം ഒരാളെ സംബന്ധിച്ച് 100 രൂപയാണ് ആൾക്ക് കംഫർട്ടബിൾ. ഓക്കെ, ഇതിനാണ് നമ്മൾ ആളുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എത്ര രൂപയാണെന്നുള്ളത്. ഓക്കെ, ഞാനപ്പോൾ ഈ റിസ്ക് അപ്പറ്റൈറ്റ് ഞാൻ ജനറൽ ആയിട്ട് എക്സ് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ 100, 200 എന്നല്ല പറയുന്നത്, എക്സ്. അത് ഓരോരുത്തരുടെ വ്യത്യാസമായിരിക്കും. ഓക്കെ, എൻ്റെ 100 ആണെങ്കിൽ വേറൊരാളുടെ 200 ആയിരിക്കാം, മറ്റാളുടെ 500 ആയിരിക്കാം, അങ്ങനെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഒരു ട്രേഡ് എടുത്തിട്ട് ഈ എമൗണ്ട് നിങ്ങൾ ലോസ് ആക്കിയാൽ നിങ്ങൾക്ക് മെൻ്റലി ഒരു ഡിസ്കംഫർട്ടും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു പെയിനും ഉണ്ടാവാൻ പാടില്ല. ഇനി സ്റ്റെപ്പ് നമ്പർ 2, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് എത്രയാണെന്ന് കിട്ടി. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങൾ ഈ ഒരു റിസ്ക് അപ്പറ്റൈറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിലോട്ട് നിങ്ങളുടെ പൊസിഷൻ സൈസിങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ഇൻട്രാഡേ സ്റ്റോക്ക് ഇക്വിറ്റി ക്യാഷ് മാർക്കറ്റിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു എൻട്രി സെറ്റപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ട്രിഗർ ആവുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, അതായത് നിങ്ങളുടെ എൻട്രി, സ്റ്റോപ്പ് ലോസ്, നിങ്ങൾക്കൊരു ഏരിയ ഉണ്ടാവുമല്ലോ, ആസ് പെർ നിങ്ങളുടെ റൂൾ അല്ലെങ്കിൽ സിസ്റ്റം ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. അവിടേക്ക് നിങ്ങൾ നോക്കുക സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എടുക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് മാത്രമേ അവിടെ പോകാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് 1000 രൂപയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ട്രേഡിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്, അതായത് നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് എമൗണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ പൊസിഷൻ സൈസ് ചെയ്യുക, അതായത് പൊസിഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 3, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആ ഒരു ട്രേഡിൽ എൻട്രി എടുക്കുക. ഓക്കെ, എൻട്രി എടുത്തിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അത് നിങ്ങൾ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുക, അതായത് ആ ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യുക. അല്ലാതെ മാനുവലി, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, നിങ്ങൾ മാനുവലി ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൽ, അതായത് നിങ്ങളുടെ ബ്രോക്കറിൽ നിങ്ങൾക്കറിയാമല്ലോ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ട് അല്ലേ. നിങ്ങളുടെ ഓർഡർ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡർ ആക്ടിവേറ്റ് ചെയ്ത് ഇടുക. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങളുടെ മാനുവൽ ഇൻറ്ററപ്ഷൻ വേണ്ട. എൻട്രി റോങ് ആവുകയാണെങ്കിൽ, അതായത് മാർക്കറ്റ് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ സ്ക്വയർ ഓഫ് ചെയ്തോളും. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒരിക്കലും, ഞാൻ പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കണം, നിങ്ങൾ ഈ ഓർഡർ എന്തായാലും സിസ്റ്റത്തിൽ ഇടണം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുകയാണ്, ഒരു ട്രേഡ് വന്നു, സെറ്റപ്പ് ട്രിഗറായി,
നിങ്ങൾ ട്രേഡിൽ കയറി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് അറിയാം, നിങ്ങൾ പൊസിഷൻ സൈസ് ചെയ്തു, നിങ്ങൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്തു, സ്റ്റോപ്പ് ലോസ് കിട്ടും. ഓക്കെ, ഇനി നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി നിങ്ങൾക്ക് എന്താണ് പേടി? നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? മാർക്കറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻ വരാൻ സാധ്യതയുണ്ടോ ഈ ഒരു മൊമെന്റിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുമില്ല അല്ലേ? അതായത് മാർക്കറ്റ് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, മാർക്കറ്റിന് നിങ്ങളുടെ ബ്രെയിനിലെ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഡിഫൻസ് മെക്കാനിസത്തിനെ ട്രിഗർ ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ, അല്ലേ? ഇനി നിങ്ങൾക്ക് എന്താ പേടിക്കാനുള്ളത്? നിങ്ങൾക്ക് ഈ റിലാക്സ് ആയിട്ട് ട്രേഡ് ചെയ്തൂടെ? ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതിനൊക്കെയാണ് നമ്മളൊരു ട്രേഡിംഗ് ഇൻ ദ സോൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു മെന്റൽ സ്റ്റേറ്റ് ആയാൽ നിങ്ങളൊരു ട്രേഡർ ആയി എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് നിങ്ങൾക്ക് ട്രേഡിംഗ് ലേൺ ചെയ്യാൻ വേണ്ടത്. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിച്ചെടുത്ത സ്കിൽ സെറ്റ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മെന്റൽ ഡിഫൻസ് മെക്കാനിസം ട്രിഗർ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ആങ്സൈറ്റിയിൽ നിൽക്കുന്ന സമയത്താണോ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ ബ്രെയിൻ ഒരു ഫ്രഷ് മൈൻഡോട് കൂടി റിലാക്സ്ഡ് ആയി ഉള്ളൊരു സമയത്തല്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ട്രേഡിങ്ങിൽ വേണ്ടത്. അതായത് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ വെക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും കാര്യം ചെയ്തത് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ വെക്കാനാണ്. അതായത് നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരു മെൻ്റൽ ഡിഫൻസ് മെക്കാനിസം ട്രിഗർ ആവാതെ നിങ്ങളുടെ കൺട്രോൾ, അതായത് നിങ്ങളുടെ സെൽഫ് അവയർനെസ്സിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങളിപ്പോൾ മൈൻഡിനെ കൺട്രോൾ ചെയ്തു, ഇനി നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ട്രേഡിംഗ് സ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ട്രേഡ് എക്സിക്യൂഷൻ പോലും ഒരു ട്രേഡിംഗ് സ്കില്ലാണ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ബ്രോക്കറിൽ എത്ര സ്പീഡിൽ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഓർഡേഴ്സ് എടുക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് പോലും ട്രേഡിംഗ് സ്കില്ലാണ്. ഓക്കെ, അതായത് ഒരുപാട് സ്കിൽസിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ട്രേഡിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് സ്കിൽ ഡെവലപ്പ് ആണെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ട്രേഡിങ്ങിൽ സക്സസ് ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പലരും ടൈം എടുത്താലും സക്സസ് ആവാതെ പോകുന്നതിനുള്ള കാരണമാണ് ഈ ഒരു മെന്റൽ ഡിഫൻസ് മെക്കാനിസം ട്രിഗേർഡ് ആണ് ഈ പറയുന്ന ട്രേഡേഴ്സിന്റെ ഒരു ഭൂരിഭാഗം ആൾ. കാരണം അവർക്കറിയില്ല ഈ സൊല്യൂഷൻ. അവർ ഈ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെയും അല്ലെങ്കിൽ ഈ ഒരു ഫിയർ ആങ്സൈറ്റിയോട് കൂടിയിട്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ആവുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസത്തിലാണ് നമ്മളിവിടെ നിന്ന് ട്രേഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ട്രേഡ് എടുക്കുന്നു, ആ ഒരു പെട്ടെന്ന് ഒരു ലോസോ മറ്റോ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയില്ല എത്രയാണ് ലോസ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ആൾക്ക് എങ്ങനെ അറിയാം എത്ര ലോസ് ആവും എന്നുള്ളത്? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മെന്റൽ ഡിഫൻസ് മെക്കാനിസം ട്രിഗർ ആവുകയാണ്. നമുക്കറിയില്ല അല്ലേ, നമ്മളാകെ പാനിക് ആവുകയാണ്. പിന്നെ എന്തൊക്കെയോ ചെയ്യും. ചാർട്ട് കാണുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ആ സമയത്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 പ്രോസസ്സ്, അതായത് ഈ 3 സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രേഡിംഗ് ഒരു മൈൻഡ് ഗെയിമാണ്. ഓക്കെ, അല്ലാതെ നിങ്ങൾ കുറേ സ്ട്രാറ്റജി പഠിച്ചിട്ട് ഇവിടെ വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതല്ല. ട്രേഡിംഗ് ഒരു മൈൻഡ് ഗെയിമാണ്. അത് നിങ്ങളും മാർക്കറ്റും അല്ല ഈ പ്ലേ നടക്കുന്നത് നിങ്ങളും തമ്മിലാണ്. അത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും പറയുന്നതാണല്ലോ SL കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവരും പറയുന്ന കാര്യമാണ് അല്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, പലരും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് SL കീപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്രൊട്ടക്ടിങ് ദ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് നിങ്ങളൊരു പ്രത്യേകിച്ച് ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് സത്യം തന്നെയാണ്, ഒബ്വിയസ്ലി കറക്റ്റ് ആണ്. പക്ഷെ എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ പറയും അതിനേക്കാളും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ SL കീപ്പ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ അവയർനെസ്സിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് നിങ്ങൾക്കറിയാം. എനിക്ക് 100 രൂപ പോയത് പ്രശ്നമില്ലെന്ന് എനിക്കറിയാം. ഞാൻ ആ 100 രൂപയെ പോവുള്ളൂ എന്നുള്ള ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എൻ്റെ ട്രേഡിൽ അല്ലേ. ഞാൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ എനിക്ക് പേടിക്കാനുള്ള? എനിക്കൊന്നുമില്ല, ഒന്നും സംഭവിക്കാനില്ല അല്ലേ. ജസ്റ്റ് ട്രേഡ് ചെയ്യുന്നു, ട്രേഡിംഗ് ഇൻ ദ സോൺ, ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ ആഴ്ചകളോ ഒരു മാസമോ മറ്റോ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റും കൂട്ടി വരിക. ഓക്കെ, നിങ്ങൾ ഒരു പക്ഷേ ഹ്യൂജ് ക്യാപിറ്റലുള്ള ഒരാളായിരിക്കാം. പക്ഷേ ഈ ഒരു ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറൻ്റ് ആണ്. ആ റിസ്ക് അപ്പറ്റൈറ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിങ് തുടങ്ങുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം, ട്രേഡിങ് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരീനയല്ല അത്. ഓക്കെ, അത് ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ആവണം ആദ്യം. ഈ സ്കില്ല് ഡെവലപ്പ് ആവാൻ വർഷങ്ങൾ എടുക്കും. അപ്പോൾ നിങ്ങൾ ആ സ്കില്ല് ഡെവലപ്പ് ആവാൻ വേണ്ട ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളെ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ ബ്രെയിനിനെ മനസ്സിലാക്കുക, മൈൻഡിനെ മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു
എൻവയോൺമെൻറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അതിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പൈസ ഉണ്ടായിക്കോളൂ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് കൂടാതെ ഞാൻ കുറച്ച് ടിപ്സ്, അതായത് എൻ്റെ പേഴ്സണൽ കരിയറിൽ എനിക്ക് ഹെൽപ്പിംഗ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടെ ഞാൻ തരാം. എല്ലാവരും ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കത് നല്ലതായി തോന്നുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ എന്തായാലും ഒരു ട്രേഡിംഗ് ജേർണൽ എന്തായാലും നിങ്ങൾ കീപ്പ് ചെയ്യണം. ഓക്കെ, അതായത് അതിപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താലും ചെയ്തില്ലെങ്കിലും ട്രേഡിംഗ് ജേർണൽ ഇസ് എ മസ്റ്റ്. ഓക്കെ, അതായത് അറിയാലോ എന്താണെന്നുള്ളത്. നിങ്ങളൊരു ഡേറ്റ് ഇടുക, നിങ്ങളുടെ ഒരു ട്രേഡ് 1 ട്രേഡ് 2 അങ്ങനെ ഇടുക, എന്നിട്ട് നിങ്ങളുടെ ജസ്റ്റ് ഒരു അന്നത്തെ എത്ര പോയിന്റ് എടുത്തു അല്ലെങ്കിൽ PNL നിങ്ങൾക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടം, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോഴേ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്യുക. ഈ ട്രേഡിംഗ് ജേർണലിൽ നിങ്ങൾ ഇപ്പോൾ നാളത്തെ ദിവസമാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വിചാരിച്ചുള്ളൂ. അപ്പോൾ 26-ാം തീയതിയാണ് അല്ലേ, 26-ാം തീയതി നിങ്ങൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക, നിങ്ങളൊരു ഇത്ര ട്രേഡേ കയറുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതൊക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതായത് ഞാൻ മാക്സിമം ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് ട്രേഡാണ് എടുക്കാറൊക്കെ. അതായത് ഇപ്പോൾ എനിക്ക് 2 സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂസ് ഹിറ്റ് ചെയ്ത് ഞാനന്ന് ട്രേഡിങ്, പിന്നെ ഞാൻ ട്രേഡ് ചെയ്യാറില്ല, അങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ 2 ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഫിക്സ് ചെയ്യാണ് നാളെ ഞാൻ 2 ട്രേഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ട്രേഡിംഗ് ചെയ്യണമല്ലോ, നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങുന്നേക്കാൾ മുൻപ് തന്നെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ജേർണൽ എഴുതുക. 26-ാം തീയതി ട്രേഡ് 1 ട്രേഡ് 2. ഓക്കെ, നിങ്ങൾ ഈ ട്രേഡ് 1ൻ്റെ നേരെ നിങ്ങൾ ലോസ് നിങ്ങൾ മാർക്ക് ചെയ്യൂ. ചുമ്മാ മാർക്ക് ചെയ്തിരുന്നേ, ലോസ് എന്ന് മാർക്ക് ചെയ്യൂ. നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് എത്ര ലോസ് വരാന്നുള്ളത്. ആസ് പെർ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് നിങ്ങൾക്ക് അറിയാം. ആ ഒരു നാളത്തെ ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിൽ ഇത്ര രൂപയാണ് എൻ്റെ ലോസ് എന്നുള്ളത്. എക്സ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തല്ലേ, അത് നിങ്ങളവിടെ മെൻഷൻ ചെയ്യുന്നേ. ട്രേഡ് 2 അതുപോലെ തന്നെ ലോസ് നിങ്ങളുടെ എഴുതുന്നേ. എന്നിട്ട് അവിടെ നിങ്ങളുടെ ഇത്ര ലോസ് ആയി എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, നിങ്ങൾ അക്നോളജ് ചെയ്തു അല്ലേ, നാളെ എനിക്ക് ലോസാണ്. ഇനി ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്താ വരാനുള്ളത്? നിങ്ങൾക്ക് അറിയാം അല്ലേ, നാളെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് മാക്സിമം 2 ട്രേഡിൽ ലോസ് ഇതാണ് എനിക്ക് വരാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഭയപ്പെടുത്താൻ മാർക്കറ്റിന് പറ്റുമോ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പെയിൻ ഉണ്ടാവും നാളെ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു പടി കടന്നിട്ടുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു കുറച്ചും കൂടെ അഗ്രസീവാണ്. നിങ്ങൾക്ക് കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന മെത്തേഡ് തന്നെയാണ്, എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ശരി, നാളെ നിങ്ങളൊരു ഫസ്റ്റ് ട്രേഡ് എടുത്തു, നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് അപ്പോൾ ഇതൊരു ബോണസ് ആയിട്ട് കൂട്ടുക. നിങ്ങൾ ആ ലോസ് എന്നെല്ലാം മാറ്റിയിട്ട് പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയത് നിങ്ങളവിടെ മെൻഷൻ ചെയ്യുക. അതൊരു ബോണസ് ആയിട്ട് നിങ്ങൾ കരുതിക്കോളൂ. ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്യുന്നു, ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്കൊരു വളരെ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിസിപ്ലിനും അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ആവും. അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ല് ഡെഫിനറ്റ്ലി ഡെവലപ്പ് ആവും. നിങ്ങൾ ചാർട്ടിൽ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സ്ട്രാറ്റജി പോലും നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലാണ്. നിങ്ങളൊരു ഫ്രഷ് മൈൻഡോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ചാർട്ടിനെ കാണുന്നതും അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ സമീപിക്കുന്നത് അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കാം, പക്ഷേ കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടെ എൻ്റേതായ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.